നമസ്കാരം. മുൻ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവിനും നോട്ടീസ് അയച്ച തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ് ഈ നടപടി. നടു റോഡിൽ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ ഹർജിയാണ് കോടതിയെ ഇടപെടലിലേക്ക് നയിച്ചത്. ഇനി കേസിൽ മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്നതാണ് ശ്രദ്ധ. തലസ്ഥാനത്ത് നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെയും ഒഴിവാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വാഹനം തടഞ്ഞതിന് മേയറുടെ സഹോദരനെതിരെ പെറ്റി കേസ് മാത്രം ചുമത്തിയായിരുന്നു കുറ്റപത്രം. അതേസമയം മേയർക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചതിന് ബസ് ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രം ഉടൻ നൽകുമെന്നും അറിയിച്ചിരുന്നു. 2024 ഏപ്രിൽ 27-ന് പാളയം സാഫല്യം കോംപ്ലക്സിൽ വെച്ചായിരുന്നു വിവാദ സംഭവം. ആര്യയും സച്ചിനും സഞ്ചരിച്ച സ്വകാര്യ വാഹനം KSRTC ബസിനെ തടയുകയായിരുന്നു. പിന്നാലെ തർക്കമുണ്ടായി. ജോലി തടസ്സപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനും മേയർക്കും MLAയ്ക്കുമെതിരെ KSRTC ഡ്രൈവർ യദു പരാതി നൽകിയിട്ടും ആദ്യം പോലീസ് കേസെടുത്തില്ല. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA, ആര്യയുടെ സഹോദരൻ അരവിന്ദ്, സഹോദരന്റെ ഭാര്യ എന്നിവർ പ്രതിയാവുകയായിരുന്നു. എന്നാൽ മേയറെയും MLAയും ഒഴിവാക്കിയാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. കാർ ഓടിച്ചിരുന്ന മേയറുടെ സഹോദരൻ മാത്രമാണ് പ്രതി. ബസ് തടഞ്ഞ് കാർ സീബ്ര ലൈനിൽ ഇട്ടെന്ന് മാത്രമാണ് കുറ്റം. ഹൈഡ്രോളിക് സംവിധാനമുള്ള ബസ്സിൽ ഡ്രൈവർ ഡോർ തുറന്നു കൊടുത്തതുകൊണ്ടാണ് MLA ബസ്സിൽ കയറിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഡ്രൈവറെ MLA അസഭ്യം പറഞ്ഞതിന് സാക്ഷിമൊഴികളില്ല. KSRTC ഡ്രൈവർ റൂട്ട് തെറ്റിച്ച് ബസ് ഓടിച്ചതിനാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതെന്ന പരാതി നിലനിൽക്കില്ല. മോശം ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തത് മാത്രമാണ് സച്ചിൻ ദേവ് ചെയ്തതെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. പോലീസ് തുടക്കം മുതൽ മേയറെ രക്ഷിക്കുവാനാണ് ശ്രമിച്ചതെന്നാണ് യദു വ്യക്തമാക്കുന്നത്. മേയർക്ക് ക്ലീൻ ചീറ്റ് നൽകിയ പോലീസ് മേയറുടെ പരാതി ശരിവച്ച് യദുവിനെതിരായ പരാതി ശരിവെക്കുന്നു. യദു മേയർക്കെതിരെ അശ്ലീലാംഗ്യം കാണിച്ചെന്നാണ് മ്യൂസിയം പോലീസിന്റെ കണ്ടെത്തൽ. ആര്യ സഞ്ചരിച്ച വാഹനം KSRTC ബസിനെ മറികടക്കുമ്പോഴാണ് ഇതെന്നാണ് കണ്ടെത്തിയത്. യദുവിനെതിരെ കുറ്റപത്രം നൽകിയിരുന്നു. അതേസമയം ഈ കേസിലെ പ്രധാന തെളിവായ ബസ്സിലെ CCTV ദൃശ്യങ്ങളുടെ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാർഡ് കാണാതായതിലെ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. മേയറെ രക്ഷിക്കാനാണ് കാർഡ് ഒളിപ്പിച്ചതെന്നാണ് യദുവിന്റെ ആരോപണം. 20-ാം തീയതി എന്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു പ്രൈവറ്റ് കംപ്ലൈന്റ് നമ്മൾ 6 പേർക്കെതിരെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. 1-ാം പ്രതി തൊട്ട് 6-ാം പ്രതി എന്ന് വെച്ചാൽ സുബിൻ കണ്ടക്ടർ, അന്നത്തെ ഇൻചാർജ് കണ്ടക്ടർ ആയിരുന്ന ആളെ 6-ാം പ്രതിയാക്കി. ബാക്കി 1 മുതൽ 5 വരെ നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രതികളാണ്. അപ്പൊ ഇതില് കോടതി പറഞ്ഞെന്ന് വെച്ചാൽ മൊഴി കൊടുക്കാനാണ് ഞാൻ പോയത്. കോടതി പറഞ്ഞ് മറ്റേ പ്രതികൾ വരാതെ മൊഴി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് പോലീസിന് നിർദ്ദേശം കൊടുത്തു, നോട്ടീസ് കൊടുത്തേക്കാണ്. 6 പ്രതികൾക്കും നോട്ടീസ് കൊടുത്ത് 20-ാം തീയതി 20/1/2026 വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷത്തോളം അനുഭവിച്ചതിന് ഒരു തിരിച്ചടിയാണ് മേയറിന് ലഭിച്ചിരിക്കുന്നത് അല്ലെ? കർമ്മ എന്നുള്ളൊരു സാധനം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലായിരുന്നു. കർമ്മം എന്നുള്ളത് എന്നായാലും തിരിച്ചു കിട്ടുക തന്നെ. അതിന്റെ ഫലമായിട്ടാണ് ഇത്. എനിക്ക് ചെറിയൊരു ആശ്വാസം ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ഒരു നീക്കം കോടതിയിൽ നിന്നേ ഉണ്ടാവുന്നുള്ളൂ, പോലീസുകാരിൽ നിന്നും ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും പോലീസിനെ വിലക്കെടുത്തിരിക്കുകയാണ്. അത് തന്നെ. അപ്പൊ കോടതി നല്ല ഒരു ഇതായിട്ടാണ് പോകുന്നത്. അവരും കൂടെ വന്ന് അവരും കൂടെ വരുമ്പോഴത്തേക്ക് ബാക്കി മൊഴിയും കൂടെ കേട്ട് മൊത്തം കേസ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാനായിരിക്കാനാണ് സാധ്യത. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അതിൽ വലിയൊരു പരാജയം തന്നെയാണ് മേയർക്ക് ലഭിച്ചത്. അത് ചെയ്ത പ്രവർത്തികൾക്കുള്ള തിരിച്ചടി തന്നെയായിരുന്നില്ലേ? അവരെ പാവങ്ങളുടെ അടുത്തുള്ള ഒരു കരുണ ഇല്ലാത്ത സ്വഭാവവും സംസാരവും കാര്യങ്ങളും ഒക്കെ ആയതിന്റെ പേരിലാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായത്. എന്നുവെച്ചാൽ ഇനി നന്നാവാനും പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ അവര് വലിയ ആൾക്കാരായില്ലേ. അതിപ്പോ അവരെ ഈ ഭരണം തന്നെ അവർ പൂർത്തീകരിച്ചിട്ടാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു സെക്യൂരിറ്റിക്കാരന്റെ കവാലത്തിൽ അടിക്കുകയോ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സെക്യൂരിറ്റിക്കാരനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയൊക്കെ ഉണ്ടായി. പക്ഷെ ആദ്യം പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റിക്കാരനാണ്. അത് കഴിഞ്ഞാണ് എന്റെ കേസ് വന്നപ്പോൾ ഞാൻ ചാനലിലൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ അറിയപ്പെട്ടതായത്. പക്ഷെ ആദ്യമേ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ പാവങ്ങളുടെ ഒന്നിനും പാർട്ടിയോ അല്ലെങ്കിൽ ഒരു പവറോ ഇല്ലാത്തവരെ മേളിൽ കുതിര കയറി ഹീറോ ആവുക, അതാണ് ഷൈൻ ചെയ്യുക. അപ്പൊ ഷൈൻ ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഏത് മേയറെന്ന് എനിക്ക് അറിഞ്ഞൂടെന്ന്. മേയറെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനാണ് ഞാൻ ഈ അനുഭവിച്ചതും അവരെന്നെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പൊ പ്രായം കുറഞ്ഞ മേയറിന്റെ ധാർഷ്ട്യമാണോ ആ സമയത്ത് ശരിക്കും കണ്ടത്? ഇപ്പൊ ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി?
പ്രായം കുറഞ്ഞ മേയറിന്റെ ധാർഷ്ട്യം എന്ന് പറയാനാണ്. ഇതൊക്കെ ഒരു മേയറിന് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാവാനാണ് സാധ്യത. പ്രായം കുറഞ്ഞ ആളായാലും പ്രായമുള്ള ആളായാലും ഇന്ന പരിധിയുണ്ട്. ആജീവനാന്ത കാലം ഇപ്പൊ ഞാനാണെങ്കിൽ ഡ്രൈവറാണ്, ഞാനൊരു എന്റെ വണ്ടി കാർ ഓടിക്കണമെങ്കിൽ ഞാൻ ആജീവനാന്ത കാലം കാർ ഓടിച്ചോണ്ട് കിടക്കും. അതല്ലാതെ എനിക്ക് വല്ല സർക്കാർ ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, അതിലോട്ട് പോകും. അതിൽ പോയ ആജീവനാന്ത കാലം നമുക്ക് ഒന്നീ റിട്ടയർമെന്റ് ആവുന്നവരെ അല്ലെങ്കിൽ മരിക്കുവോളം ജോലി ചെയ്യാം. ഇത് ഈ മേയർ MLA എന്നൊക്കെ പറയുമ്പോ കാലാവധിയുണ്ട്, അത് മേയർക്ക് അറിഞ്ഞൂടെ. അത് അറിഞ്ഞൂടാന്നും പിന്നെ മറ്റേ മകനെ ഞാൻ വളർത്തുന്ന കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞ കേട്ടില്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവും അറിവില്ലാത്തവരെ പിടിച്ചാണ് മേയർ ആക്കിയെന്നുള്ളത്. അതായത് പക്വതയില്ലായ്മയും പ്രായക്കുറവും പരിചയവും ഇല്ല. പാർട്ടിയുടെ അടുത്ത് ഇപ്പൊ ജനങ്ങളുടെ അടുത്ത് ഇടപഴകി പരിചയമില്ലാത്തതിന്റെ കുഴപ്പം അതാണ്. ഇതിനെല്ലാത്തിനും ജനങ്ങൾക്ക് നല്ല രോക്ഷമുള്ളതുകൊണ്ടാണ്. അല്ലാതെ യദുവിന്റെ സങ്കടവും കണ്ണീരല്ല. യദു മാത്രമായിട്ട് വോട്ടിട്ടല്ലോ ഇത്രയും വോട്ട്. 50 സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അവർ ഒന്നോ രണ്ടോ സീറ്റിൽ നിന്ന് 50 സീറ്റ് വരണമെങ്കിൽ അവരതിനെ അനുസരിച്ച് കഠിന പ്രയത്നവും ചെയ്തിട്ടുണ്ട്. അവർ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജനങ്ങളെ പാവവും അല്ല, വലിയവനില്ല ചെറിയവനില്ലാതെ തന്നെയാണ് അവർ പ്രവർത്തിച്ചതും. എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയാണ്. പക്ഷെ ഈ മേയർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നേരെ താഴേനെ തുടങ്ങേണ്ടതിന് പകരം നേരെ പിടിച്ച് മേയറാക്കി. അതാണ് കുഴപ്പം.